അപ്പോൾ ഗൈസ് എല്ലാവർക്കും ചേക്സ് ബ്രദറിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് സിമുലേറ്ററാണ്. അപ്പം നമ്മൾ ഇതിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. യെസ്, ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. രാഹുൽ എന്നാണ് പേര്. അപ്പം നമുക്ക് അവനെ വിളിച്ചു നോക്കാം. എന്താ വിളിക്കാൻ പറ്റാത്ത? അവൻ ഇപ്പോൾ എനിക്ക് വന്ന് അവൻ ഇപ്പോൾ അവിടെ ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടൊക്കെ. നമുക്കപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കാറ്. ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. ഓക്കെ, നമ്മളപ്പോൾ കുളിക്കാൻ പോവുകയാണ്. അത്രയോളം കുറച്ച് നേരം കുളിച്ച് കഴിഞ്ഞൊക്കെ വാ. ഇനി നമ്മുടെ വീട് കണ്ടോ? എത്ര നില? 2 നില വീടാണ്. ഓക്കെ, നമ്മളപ്പോൾ വണ്ടി കയറി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി റിവേഴ്സ് അടിച്ച് രാഹുലിൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ വീട് ഇവിടുന്ന് അങ്ങോട്ടാണ്. ചെന്ന് കണ്ടിട്ടൊക്കെ വരാം. അവനെ കുറേ നാളായി കണ്ടിട്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയ ഗൈസ്, നമ്മളിപ്പോൾ അതാ അങ്ങോട്ട് പോയാണ്. രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകണം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഏതാണ്ട് നമ്മുടെ രാഹുലിൻ്റെ വീട് തേടി പോവാണ്. അവനിപ്പം വീടിൻ്റെ സ്ഥലമൊക്കെ മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇയാളെ വണ്ടി തന്നെ ഡ്രിഫ്റ്റ് അടിക്കുകയാണ്. ഫുള്ള് ഡ്രിഫ്റ്റാണ് വണ്ടി ഫുള്ളായിട്ട് ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ രാഹുലിൻ്റെ വീട് നോക്കി ഇതിപ്പോൾ റാമ്പുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവൻ പറഞ്ഞ അവൻ്റെ ബീച്ച് സൈഡിലെങ്ങാണ്ട് അവൻ്റെ വീട് നോക്കുന്നത്. നമുക്ക് ബീച്ച് സൈഡിലേക്ക് പോകാം. അവിടുന്ന് അവൻ്റെ വീട് ബീച്ച് എവിടെയെങ്കിലും എത്തിയാൽ മതി അവൻ്റെ വീട് കാണാൻ. ഈ കൂട്ടം നമ്മുടെ വണ്ടി ഇടിച്ച് നമ്മുടെ വണ്ടിക്ക് കുറച്ച് സ്പീഡ് കൂടി പോയെന്നൊരു സംശയം. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അവിടെ എങ്ങാണ്ട് അവൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ബീച്ച് സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ വീടുണ്ട്. മറ്റേ ആദ്യം നമുക്കിവിടെ ബോട്ട് വല്ലതും കിട്ടുമെന്ന് നല്ല രസമായിരുന്നേനെ. ഓക്കെ, നമുക്കിപ്പോൾ അങ്ങോട്ട് പോവും. വണ്ടിയൊന്നും വേണ്ട, നമുക്ക് വണ്ടി ഇല്ലാതെ പോയാൽ മതി. അതാണ് നല്ലത്. രാഹുൽ ഇവിടെ വരണ്ടയാണല്ലോ. അവൻ എന്താ ഇപ്പോഴും വന്നിട്ടില്ല ഇവിടെ. രാഹുൽ ഇവിടെ വന്നില്ലെന്നാ തോന്നുന്നത്. അവൻ ഇവിടെ കാണുന്നില്ലല്ലോ അവനെ. ബെസ്റ്റ്, അവൻ ഇവിടെ ഒന്നും വന്നില്ലേ? നേരത്തെ വരുമെന്ന് പറഞ്ഞവൻ വന്നില്ലല്ലോ ഇവിടെ. ഇവിടെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബോട്ട് ഓടിച്ച് കളിക്കായിരുന്നു. ലൈഫ് ജാക്കറ്റ് നമുക്ക് ഇടാൻ ശ്രമിക്കാം. അയ്യോ, പറ്റൂലേ. ഇതിപ്പോൾ എവിടെ പോയി കാണും? നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് തന്നെ ചെന്ന് നോക്കാം. ബീച്ച് സൈഡ് അടുത്തായിട്ടാണ് അവൻ്റെ വീട്. നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോയി നോക്കാം. അവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഒരു വീടൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ ഡോറൊക്കെ പൊട്ടിക്കിടക്കുന്നത് ഇതൊന്നും സെയിം അയ്യോ ഗൈസ്, നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് ഇടിച്ച്. പക്ഷെ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റില്ല ഗൈസ്. അയ്യോ, നമ്മളേത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, പക്ഷെ നമ്മുടെ രാഹുലിനെ തേടി നമ്മളിപ്പോൾ അയ്യോ എൻ്റെ വണ്ടി. എൻ്റെ വണ്ടിയെ
ചാടിക്കോടാ. അയ്യോ ഇതെന്തോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയും പൂട്ടി അവിടെ കിടക്കണേ. നമുക്കിപ്പോൾ അവനെ കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്കൊരു പ്ലീഷർ എടുത്ത് ഫോണിൽ ചാറ്റടിച്ചാൽ നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് പ്ലീഷർ എടുത്തോണ്ട് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കായിരുന്നു ജുറാസിക് പാർക്കിലേക്ക്. ഇനി പിന്നെ നമുക്കൊന്ന് ജുറാസിക് പാർക്കിലേക്ക് പോയാൽ അവനെ അവിടെ കാണുന്നതില്ല. അവൻ വല്ലോ ഇനി എവിടെ പോയി കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അവനെ കിട്ടാതെ നമ്മളിപ്പോൾ ഒരു പ്ലാൻ ഇട്ടേക്കാണ്, ജുറാസിക് പാർക്ക്. യെസ്, അതാണ്. അവനുമായിട്ട് ജുറാസിക് പാർക്കിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനില്ലെങ്കിൽ എന്താ, നമുക്ക് ഒറ്റയ്ക്ക് ജുറാസിക് പാർക്കിൽ കയറാം. അല്ല പിന്നെ നമ്മുടെ പ്ലീഷർ ഉണ്ട് നമ്മുടെ കൂടെ. ഇതല്ലേ അവൻ്റെ, ഇവിടെയാണ് അവൻ്റെ വീട് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം അവൻ്റെ വീട്ടിൽ കയറി നോക്കാം. ഇവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അവന് പേടിയായിട്ട് എല്ലാം. ഇവിടെ പച്ച കളർ വീട്, അവൻ്റെ പച്ച കളർ വീടില്ലേ, അതുകൊണ്ട് അകത്തുണ്ട്. എൻ്റെ വീടൊക്കെ എവിടെയാണ്, എന്താ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കുന്നടേ. എൻ്റെ രാഹുലിൻ്റെ വീട്ടിൽ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. രാഹുലേ, എടാ പിന്നെ എവിടെ പോയി കിടക്കടേ? എടാ വീട് ഓർക്കടാ. ഇവന്താ വീട് ഓർക്കാത്ത? അതാ കുറേ നേരം വീട്ടിലൊന്നും ഇല്ലേ, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇനി അവൻ്റെ അയൽവാസി എടുത്ത് ചോദിച്ചോക്കട്ടെ. അല്ല ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഡേയ്, രാഹുലിനെ വീട് മാറ്റിയ കാര്യം ഞാൻ മറന്നുപോയല്ലേ. പക്ഷെ ഇതവന് ഇവിടെ ഇരിക്കണ്ടേ അല്ലേ? ചേച്ചി ആരും ഇല്ലല്ലോ ഇവിടെ. രാഹുൽ പുതിയ വീട് വെച്ചെന്നൊക്കെ കേട്ടായിരുന്നു കേട്ടോ. അവൻ നമുക്കിപ്പം എന്തായാലും ജുറാസിക് പാർക്കിലേക്ക് നേരെ പോവാം. എന്നിട്ട് അവനെ വീട്ടിൽ കയറണം. എവിടെയായിരുന്നെന്നും കൂടെ ചോദിക്കണമല്ലോ. പക്ഷെ നല്ല സ്പീഡ് നൈസ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ വണ്ടിയുടെ പവർ. നമ്മളിപ്പോൾ ഇങ്ങനെ അവൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പൊട്ടിക്കിടപ്പുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ ഡൈനോസറിനെയൊക്കെ കാണാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളത് കൊല്ലുക വേറായിരുന്നു. ഇപ്പോൾ ഈ ജുറാസിക് പാർക്ക് ചുറ്റിക്കറങ്ങേണ്ടി വരും, അതാണ് പ്രശ്നം. നമുക്ക് ഈ വഴിയൊക്കെ ഇച്ചിരി പാടാണ്. ഇനി കിടന്ന് ചുറ്റണമല്ലോ ഈ വീട്ടിൽ. നേരെ അകത്തോട്ട് കയറാൻ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ആ ഐഡിയ യൂസ് ചെയ്യാൻ പോവാണ്. വണ്ടി എടുത്തൊക്കെ നമുക്ക് 8000 അടിച്ച് നമുക്കൊരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ടേ നമുക്കിതിൽ കയറിയിരിക്കാം. പൊങ്ങട്ടെ. ഇവിടെ നമ്മുടെ പ്ലീഷർ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഡൈനോസറിനെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി ഡൈനോസറിനെ കാണാൻ പോവുകയാണ്. ഡൈനോസർ എവിടെയാണോ? ഡൈനോസർ എവിടെയാണ്? ഡൈനോസർ, ഈ ഡൈനോസറിനെ എവിടെ കാണില്ല. അതുകൊണ്ടാ സ്ഥലത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ താഴെയായിട്ടുണ്ട്. എന്തിടെ അത് ഒന്നും കാണാൻ നോക്കുന്നില്ലല്ലേ. നമ്മളെ കൊല്ലും, അത് വേറെ കാര്യം. ഓക്കേ, എന്തിടെ അത് കാണുന്നില്ലല്ലോ. ഡേയ്, ഞാൻ നമ്മളെ പുറകെ വരുന്നുണ്ടോ? എനിക്കൊരു സംശയമില്ല. എന്തിടെ ഡൈനോസറിനെ ഒന്നും കാണില്ലല്ലേ. ഈ ഡൈനോസർ മായാജാലം പോയി. ഡൈനോസറിനെ ഒന്നും കാണുന്നില്ല. ഇവിടെ പോയെന്നാ എന്താവാ. നമുക്കിവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ട് ജുറാസിക് പാർക്കിൽ നിന്ന് പ്ലേഷ്യർ എടുത്തുകൊണ്ടങ്ങ് പോയാലേ.
നമുക്കൊരു ലാൻഡിങ് ഏരിയ കണ്ടുപിടിക്കാം. നല്ല സ്ഥലത്താണ് ലാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പണി പോലെ. ഡൈനോസറൊന്നും ഇല്ലയെന്ന് കാണാ. ഇങ്ങോട്ട് നമ്മളെ നോക്കി വരിക സാധനം. നമ്മളിന്ന് കടിച്ചു തിന്നാൻ വേണ്ടി വരിക. ഓടിക്കോ. പെട്ടെന്ന് നമുക്കൊണ്ടുപോയി പെട്ടെന്ന് നിർത്തണം, അല്ലെങ്കിൽ ഇത് വന്ന് നമ്മളെ തിന്നും. ഇത് നല്ല ഐഡിയ അല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നമ്മുടെ പുറകെയില്ലല്ലോ അല്ലേ? ഇവിടെ നമ്മുടെ പുറകെ പിടിച്ച് വരുന്നുണ്ടായി. ഇച്ചിരി പാടാ ഈ കളി, ഇച്ചിരി തീക്കളിയാണ്. തീക്കളി എപ്പോൾ നമ്മൾ വന്ന് പിടിക്കുമെന്ന് പോലും അറിയില്ല. എപ്പോഴോ വന്ന് പിടിക്കുക, അത് വേറെ കാര്യം. എടുത്തെത്തി വേണ്ട. ഇത്ര പെട്ടെന്ന് അടുത്തെത്തുന്നതെന്നറിയാമോ? 5 സെക്കൻഡിനുള്ളിൽ അവ എടുത്തെത്തും. ഇവിടെ ആരെയും ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യാന്ന് വിചാരിച്ച്. ഈ ലാൻഡ് ചെയ്യാൻ കുറേ നേരമായതാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടീഷർ എടുക്കേണ്ട ടൈമായി. പെട്ടെന്നാ വരുന്നതിന് മുമ്പ് നമുക്ക് ടീഷർ എടുത്തുണ്ട്. ഇതാണ്ടാ ഡൈനോസർ. അത് നമ്മളൊന്നും ചെയ്യത്തില്ലേ ഡൈനോസറേ? ഇങ്ങനെ ചെയ്യോ ഇവൻ? ഇതാ വരുന്നു. ഇവൻ നമ്മളെ പിടിക്കാൻ വേണ്ടി വരുമെന്നൊരു സംശയം. അയ്യോ, ഇവിടെ എങ്ങാണ്ട് നമ്മുടെ പ്ലെയിന് ഇവിടെ എവിടെങ്ങാണ്ടായിരുന്നു നമ്മളെ ടീറക്സ് ഫോളോ ചെയ്തത്. അത് വേറെ കാര്യം. അതുകൊണ്ട് അവനെയും പിടിക്കണം. ബിക്കോസ് അവൻ നമ്മളെ തിന്നാൻ എന്തായാലും വരും. അവനെ ഇച്ചിരി സൂക്ഷിക്കണം. ബിക്കോസ് അവൻ ഇച്ചിരി പാടാണ്. കണ്ടു എൻ്റെ പഞ്ഞ്. ഓക്കെ, നമ്മളിപ്പോൾ ജുറാസിക് പാർക്കിൽ കിടന്ന് ചുറ്റി നമ്മളിപ്പം ടീറക്സിനെയും കണ്ട് അവൻ്റെ വായിൽ ഇപ്പോൾ പെട്ടാണ്. നമ്മളിപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വാതിൽ കണ്ടുപിടിക്കണം കേസ്, അല്ലെങ്കിൽ നമ്മളെ അവൻ പിടിച്ചിരുന്നുണ്ട്. അവനോ അപ്പോൾ അതിൻ്റെ വാതിൽ എവിടെയാണോ? ഇവിടെ അടുത്തത് കുറേ എണ്ണം ഉണ്ടല്ലോ ഇവിടെ. ജുറാസിക് പാർക്ക് എത്ര എണ്ണം ഉണ്ടാവില്ല, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എത്ര ഉണ്ടാവുന്നു. എവിടെയാടാ ഡോറ്? ഡോറ് കാണിക്കടാ. ഡോറില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഡോറ് വേണം. ഇവിടെ ഒരു ജുറാസിക് പാർക്കിന് പറഞ്ഞൊരു ഡോറുണ്ടല്ലോ. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തോണ്ടാണ് അതിനെ വെട്ടിച്ചു വന്നത്. ഇവിടെ ഡോറ് പോലും ഇല്ല. ഇച്ചിരി ഒരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ ഉൾക്കാട്ടി വന്നത് കൂട്ടുണ്ടല്ലോ. ഉൾക്കാട്ടി വന്നത് കൂട്ടുണ്ട്. മരങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് എവിടെയോ ഒരു ഡൈനോസർ എല്ലാം കാണും. എൻ്റെ പിന്നെ അടിച്ചില്ല. തൊട്ടില്ല എന്നും പറഞ്ഞാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഗേറ്റ് കണ്ടുപിടിക്കുകയാണ്. ഡിനോസറിനൊക്കെ കണ്ടു മതിയായി. എൻ്റെ പിന്നെ നമ്മളെ കടിക്കാൻ വരെ ടീറക്സ് വന്നു. എന്തിടാ അത് വല്ലതും ഉണ്ടോ? നമ്മളതിനെ വിട്ടെന്നാ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ അത്രയ്ക്ക് സ്പീഡിലാണ് വരും. ടീറക്സ് ഒന്നും കാണുന്നില്ലല്ലേ? എവിടെ ടീറക്സ് ഒക്കെ? ഇവിടെത്തപ്പോൾ ഓടിച്ചാടി വരുന്നത് കണ്ടായിരുന്നു. ഇപ്പം എന്താ ഒരു ഡോറും കാണുന്നില്ലല്ലോ ഇവിടെ. ടീഷർ കടന്ന് ഓടുകയാണ്. എന്നിട്ട് ഒരു ഡോറ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ നല്ല നമുക്ക് ഹെലികോപ്റ്റർ വിളിച്ച് പോകുന്നതല്ലേ, അത്രേ ഉള്ളൂ. അയ്യോ, മരം കാരണം നമ്മളിപ്പോൾ വന്നത് കണ്ടോ? അവിടെ ഇവിടെ നിന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓടിച്ചെന്ന് പ്ലീഷർ എടുക്കാം ഗൈസ്. ആരെങ്കിലും വരുന്നതിന് മുമ്പ്. ആരെങ്കിലും എന്ന് വെച്ചാൽ ഇവിടെ ഒരാളെ വരാൻ സാധ്യതയുള്ളൂ. ടീറക്സ് വരുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി എടുത്തോളാം. അപ്പോൾ ടീറക്സിനെ കാണുന്നില്ല, ഇന്നത്തെയും കാണുന്നില്ല. ഡൈനോസറിൻ്റെ ഒരു പിക്ചർ എടുക്കാമായിരുന്നു. പിക്ചർ എടുത്തോണ്ടിരുന്നാൽ നമ്മൾ ചത്തു, അത്ര തന്നെ.
ഇപ്പം നമ്മൾ ഡോർ കൊണ്ടിടിക്കാൻ വന്നിട്ട് ഇപ്പം ഡോറും കാണുന്നില്ല, ഒരു കുന്തം കാണുന്നില്ല. അല്ലെങ്കിൽ ഹെലികോപ്റ്റർ എടുത്തോണ്ട് പോവായിരുന്നു. പക്ഷെ ഹെലികോപ്റ്റർ എടുത്തോണ്ട് പോവാ, അതല്ലാതെ വേറെ വഴിയില്ല. ഡോറും വാതിലൊന്നും ഇവിടെ ഒന്നും ഇല്ലേ. നമ്മളങ്ങനെ ഡൈനോസറിനെയൊക്കെ നോക്കി നോക്കി ഇപ്പൊ ഉൾക്കാട്ടിൽ വന്ന് നമ്മൾ ഡോറും കാണില്ല. ഇത് മറ്റേത് നമ്മൾ ടീറക്സിനെയാണ് പിടിക്കേണ്ടത്. ടീറക്സ് നമ്മളെപ്പോൾ നോക്കിയാലും വന്ന് കടിക്കാൻ പറ്റും. അവൻ ഡേഞ്ചറസ് ആണ്. എന്തൊരു സ്പീഡാണെന്നറിയാമോ ടീറക്സിന്. ഇവനും ചിലപ്പോൾ കടിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ കമൻറ്റിൽ പറയണേ, നിങ്ങൾ കളിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ ഡോർ കണ്ടുപിടിച്ചൊടിച്ചൊടിച്ച് മതിയായി എനിക്ക്. നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കണം, എന്നിട്ട് ഹെലികോപ്റ്ററൊക്കെ എടുക്കാക്കത്തുള്ളൂ. സേഫ്റ്റി ഉറപ്പാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഹെലികോപ്റ്റർ എടുക്കേണ്ട ടൈം. ഓക്കെ, ഹെലികോപ്റ്റർ വന്ന് പെട്ടെന്ന് കയറാം. അമ്മ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് കയറണം. ഡോറും കാണുന്നില്ലല്ലോ. ഓക്കെ, നമ്മളങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാക്കി കാര്യം കഴിഞ്ഞു. ഗൈസ്, ഇനി നമ്മൾ രാഹുലിൻ്റെ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് അവനെ ഞാൻ കണ്ടതുമില്ല. അവൻ നമ്മുടെ കൂടെ ഒരു സ്ഥലം നിന്ന് ഡൈനോസറിനെ നല്ല രീതിക്ക് കാണാൻ വെക്കും. അതാണ്ട വാതിൽ. നമ്മൾ ഇത്ര നേരം കടന്ന് നോക്കുന്ന സാധനം താണ്ട കിടക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് ആദ്യം നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യാം. ഇവിടെ ഒരു ട്രെയിനൊക്കെ പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ലാൻഡ് ചെയ്യാം. ഇവിടെ ഹെലികോപ്റ്റർ നമുക്കിവിടെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടി അങ്ങ് എടുക്കുക, സ്ഥലം വിടുക. ഇങ്ങനെ ജുറാസിക് പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ലാൻഡഡ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജുറാസിക് പാർക്ക് അല്ല, നമുക്ക് വീട്ടിലേക്ക് വേണം. 200 അല്ല 220 200 അടിച്ചെടുക്കുക, അല്ലെങ്കിൽ 2000 എന്തെങ്കിലും ആവട്ടെ. അത് കൊള്ളാം. റോൾ റോയ്സ് തന്നെ കിട്ടിയിരിക്കുന്നത്. റോൾ റോയ്സ്. ഓക്കെ, നമ്മളിപ്പോൾ റോൾ റോയ്സ് കൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക്. ഇവിടെയൊക്കെ ട്രെയിനുള്ളതായിരുന്നു. ഞാൻ പണ്ട് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ട്രെയിൻ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ട്രെയിനും കാണുന്നില്ല, ഒരു കുന്തവും കാണുന്നില്ല. ഇതെന്താ പുതിയ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വലിച്ചില്ല, വണ്ടി തന്നെ തിരിച്ചിരിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഈ സമയത്ത് ട്രെയിൻ വരണം, വണ്ടി ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കും. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ വീട്ടിലേക്ക് എന്നുള്ള ടൈമാണ്. നമുക്കിപ്പോൾ വീട്ടിലേക്ക് റൂഫൊക്കെ ഇടാക്കുകയാണെങ്കിൽ റൂഫ് കിട്ടാനവ. അപ്പം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടിട്ട് രാഹുലിൻ്റെ വീട്ടിൽ പോണ്ടേ. അപ്പോൾ രാഹുൽ അവിടെ എന്തോ കാണിച്ചു നിൽക്കുക. നമ്മൾ രാഹുലിനെ നോക്കി ഇന്ത്യൻ ഓയിൽ കൊള്ളാം. നമുക്കിപ്പോൾ ഇന്ത്യൻ ഓയിലൊന്നും വേണ്ട. നമുക്കിപ്പോൾ രാഹുലിൻ്റെ വീട്ടിൽ ചെന്ന് 2 എണ്ണം കൊടുക്കാനുള്ളതാണ്. നമ്മൾ ജുറാസിക് പാർക്കും കണ്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വേണം. അപ്പം നമുക്കെങ്കിൽ പിന്നെ വീട്ടിലേക്ക് അങ്ങ് പോകാം. അല്ല, വീട്ടിൽ പോകുന്നതിൽ എളുപ്പം. അവനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ കിട്ടുമല്ലോ. അന്ന് നമുക്ക് അവന് ബാക്കി പറഞ്ഞെടുക്കാം. എപ്പോൾ നോക്കിയാലും ശല്യപ്പെട്ടു. ഇതാണ് വണ്ടിയുടെ ഇച്ചിരി പ്രശ്നങ്ങളാണ്. ചില സമയത്ത് വണ്ടികളൊക്കെ ഇത് കിട്ടില്ല. എന്താ പറയുക, ഇവിടെ മിലിറ്ററി ഉണ്ട്. വീട്ടിൽ കൊണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ടെക്നിക്ക് ഒന്നും കൂടെ യൂസ് ചെയ്യും. ഇവിടെ ടെക്നിക്ക് വലിച്ചില്ലേ. ഒരു ടെക്നിക്കും വലിക്കില്ല. ഇവിടെ നമ്മൾ തട്ടിയതോളൂ. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ പൊട്ടിപ്പോയല്ലേ. എന്താ പറയുക, ഇപ്പം നേരെയായ
പൊട്ടിയേക്കണോ? അല്ല, അത്ര ഉള്ളു. ഓക്കെ, അതാണ് റോൾ റോയ്സിൻ്റെ പവർ. നമുക്ക് പോകേണ്ടത് നമ്മുടെ വീട്ടിലേക്ക്. അവനെ ഒരു ദിവസം ഞാൻ നോക്കി വെച്ചേക്കുക. അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു കൊടുക്കാൻ. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ വീടെത്താറായി. അതാണ്ട് എത്തിയിട്ടുണ്ട്. ഇവനൊരു പണി കൊടുക്കാതെ ഇന്ന് ഞാൻ പോത്തില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ മറ്റേ വണ്ടി മാറ്റി ഇപ്പം നമ്മൾ റോൾ റോയ്സ് ആണ് വെച്ചിരിക്കുന്നത്. മറ്റേ വണ്ടി കയറി ഇപ്പോൾ ഇവിടെ റോൾ റോയ്സ് ആണ് സ്ഥാനം എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വേറൊരു ദിവസം കാണാം. അപ്പോൾ അത്തത്തേക്ക് എല്ലാവർക്കും ബൈ. ഓക്കെ ഓക്കെ, വണ്ടി നമുക്ക് ഈ വെള്ളത്തിട്ടേക്കാം. നേരെ ചാടുന്നു വെള്ളത്തിലേക്ക്. യെസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ചേർത്താം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനൊന്ന് ചെന്ന് കടന്നുറങ്ങട്ടെ. നമ്മുടെ ബാഗൊക്കെ ഊരി വെക്കണമല്ലോ എനിക്ക്. ബാഗൊക്കെ ഊരി വെച്ചിട്ട് വേണം എനിക്ക് ബാഗ് ഊരി വയ്ക്കാൻ. ഓക്കെ, ബാഗൊക്കെ ഊരി നമുക്കിനി നമ്മുടെ വീട്ടിലിടുന്ന ഉടുപ്പൊക്കെ എടുത്തിടാം. ഇതാണ് നമ്മുടെ വീട്ടിലിടുന്ന ഉടുപ്പ്. ഓക്കെ, ഇത്ര മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചെറുക്കന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാൽ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങട്ടെ.